സൂര്യേന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ നോക്കുന്നത് പുണർദം നക്ഷത്രത്തിന്റെ മെയ് 2025 ടാരോട്ട് റീഡിംഗ് ആണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് എല്ലാവർക്കും റിസോണേറ്റ് ആയിക്കൊള്ളണം എന്നില്ല. നമുക്ക് മെയ് മാസം പ്രപഞ്ചശക്തിക്ക് പുണർദം നക്ഷത്ര ജാതകരോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ഹയറോഫന്റ്, 8 ഓഫ് സ്വർഡ്സ്, കിങ് ഓഫ് സ്വർഡ്സ്, 8 ഓഫ് പെന്റിക്കിൾസ് ആൻഡ് 10 ഓഫ് പെന്റിക്കിൾസ്. ഇവിടെ ആദ്യത്തെ കാർഡ് ഹയറോഫന്റ് എന്ന കാർഡ് സൂചിപ്പിക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആത്മീയ ഗുരു, അവരുടെ ജ്ഞാനം, ഉപദേശം, അറിവ് ഇവയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു മാസമാണ് മെയ്. അപ്പൊ അവരുടെ ഒരു ജ്ഞാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതായത് ആ ഒരു ആത്മീയ ഗുരു എന്ന് പറയുന്നത് ഗുരുതുല്യരായ വ്യക്തികളാവാം, അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്ന പൗരന്മാരാവാം. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അവർ പറയുന്ന അറിവ് അത് വിശ്വസിച്ച് മുന്നോട്ട് പോവാനാണ് ഹയറോഫന്റ് എന്ന കാർഡ് സൂചിപ്പിക്കുന്നത്. ഇവിടെ 8 ഓഫ് സോർഡ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ അമിതമായ ഈ ഒരു മാസം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് തീർത്ത നിങ്ങളൊരു ജയില് പോലെ അതിനുള്ളിൽ കുടുങ്ങിക്കിടന്ന് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. പക്ഷേ അതെല്ലാം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചിന്തകൾ മാത്രമാണ്, പക്ഷെ അതൊന്നും റിയൽ അല്ല. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് സ്വയം പുറത്തേക്ക് വരണം, കോൺഫിഡൻ്റ് ആയി മുന്നോട്ട് പോകണം എന്നാണ് കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഇമോഷണലി ബ്ലൈൻഡ് ആവാതെ ബുദ്ധി ഉപയോഗിച്ച് തീരുമാനം എടുക്കാനും കൂടി പറയുന്നുണ്ട്. ഇവിടെ കിങ് ഓഫ് സ്വർഡ്സ് പറയുന്നത് നിങ്ങളുടെ ജോലി, നിയമപരമായ കാര്യങ്ങൾ, ഇനി റിലേഷൻഷിപ്പ് ഒക്കെ ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ ബുദ്ധിപരമായി തീരുമാനമെടുക്കുക, ക്ലാരിറ്റിയോടെ സംസാരിക്കുക, സത്യസന്ധതയോടെ കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെയാണ് കാർഡ് പറയുന്നത്. ജോലിയിലും ബിസിനസ്സിലും കരിയറിലും ഒക്കെ നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കിന്റെ ഫലം കാണുന്ന മാസം കൂടിയാണ് മെയ് മാസം. മറ്റുള്ളവർ നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കും. നിങ്ങൾ പുതിയതായി എന്തെങ്കിലുമൊക്കെ പഠിക്കുകയോ ബിസിനസ്സിലോ ഒക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേബിളായി ഒരു ഗ്രോത്ത് ഉണ്ടാവുന്ന മാസമാണ്. ആ ഒരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങളുടെ പവറായി മാറുന്നത്. പ്രപഞ്ചശക്തിയുടെ മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്ന കാർഡ് ഇവിടെ 10 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഒരുപാട് പോസിറ്റീവായ കാർഡാണ്. അതായത് ഒരുപാട് പോസിറ്റീവായി സന്തോഷം തരുന്നത്, കുടുംബത്തിലേക്ക് ധനപരമായി ഒക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണത്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെസ്സേജ് ആയിട്ട് പ്രപഞ്ചശക്തി പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാകും. നിങ്ങൾ സമ്പാദിക്കുന്നതിന്റെ ഗുണഫലങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് കൂടി ഗുണമായി വരാനുള്ള ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ്. അത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്ന ഒരു മാസമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, റിസോണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.